ഹലോ, എല്ലാവർക്കും നമസ്കാരം. ലിയോസ് ഫാമിൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് കുഴൽമന്നം ചന്തയിലാണ്. പാലക്കാട് തൃശ്ശൂർ ഹൈവേയിലുള്ള കുഴൽമന്നം എന്ന ഭാഗത്താണ് ഈ കുഴൽമന്നം ചന്ത സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. ഇവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും കേട്ടോ. കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. അപ്പോൾ 98% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുക. ഓക്കെ, നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം. പിന്നെ ഏറ്റവും ചന്തയിൽ വെച്ചിട്ട് ഏറ്റവും വില കുറവ് രണ്ടാമത്തെ ചന്തയാണ് ഇത് വരുന്നത്. വില കുറവുണ്ട്, അതുപോലെ തന്നെ നല്ല കുട്ടികളും കിട്ടും. ഏറ്റവും ടോപ്പ് കുട്ടികളെ തിരഞ്ഞെടുക്കുകയും ചെയ്യാം. ഓക്കെ, കുഴൽമന്നം ചന്തയിലത്തെ വിശേഷങ്ങളാണ് ഇപ്പം ഒന്ന് കാണിക്കുന്നത്. പോത്തിൻ്റെ വിലയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ഇവിടെ കണ്ടറിയാം. പോത്തിന് വീഡിയോ എടുക്കും. നല്ല കുട്ടികളുണ്ട്, നല്ല ഇടനീളം, നല്ല ഹെഡും കാര്യങ്ങളൊക്കെയുള്ള കുട്ടികളുണ്ട്. ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ആദ്യം കുട്ടികളൊന്നായിട്ട് നോക്കാം. നല്ല നല്ല കുട്ടികളാണ്, ചെറിയ കുട്ടികളുണ്ട് ഇതിൽ. ഹെഡും നല്ല ഹെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. വില പറയാൻ പറ്റും, ഏകദേശം പറഞ്ഞാൽ മതി. 30 മുതൽ 28 വരെ. 28 അങ്ങോട്ട് പോരില്ല, അവസാനത്തും 28 ആവും. 24 വരും. ഇത് വില തുടങ്ങണത് ഒരു 30,000 തൊട്ടിട്ട് 24 ഉറുപ്പാണ് വരുന്നത്. ഇവിടുന്ന് ഈ അറ്റത്തു നിന്നാണ് തുടങ്ങണത്. ഇത് കുറച്ചുകൂടി വലിപ്പം കൂടിയ കുട്ടികളാണ്. അവിടെ എത്തുമ്പോൾ കുറച്ച് വെയിറ്റ് കുറഞ്ഞതാണ്. നീട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കുട്ടികൾ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല കുട്ടികളുണ്ട് ഇതിലുണ്ട്. ഹെഡ് ഉണ്ട്, നല്ല ഇടനീട്ടും നല്ല കുട്ടികളുണ്ട് ഇതിൽ. സെലക്റ്റീവായിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഇക്കാരൻ നമ്പർ ഞാൻ കൊടുക്കാം. നമ്പർ പറഞ്ഞോ. 98 46 86 എന്നപ്പോൾ എന്നെ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ഞാൻ അടുത്ത ആളെ നമ്പർ ഇതെടുക്കാം. നമ്പർ പിന്നെ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ഇതൊരു ടീമിൻ്റെ നമ്പർ. ഇനിയിപ്പോൾ അടുത്ത ആൾക്കാരെ നോക്കാം. നമ്പർ പിന്നെ വന്നാൽ മതി, കുഴപ്പമില്ല. ഇത് വേറൊരു ടീമിൻ്റെ പോത്തുകളാണ് തോന്നുന്നു. നല്ല ചോമോന്തക്കര കെട്ടിയിട്ട് നല്ല ബ്ലാക്ക് കളറുണ്ട്. കാണാനും അത്യാവശ്യം കുഴപ്പമില്ല. നല്ല ഇടനീട്ടവും കാര്യങ്ങളുള്ള കുട്ടികളുണ്ട് ഇതിൽ. നല്ല കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. എൻ്റെ ആളെ കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. കുട്ടികൾ കുഴപ്പമില്ല. ബ്ലാക്ക് കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വാങ്ങിച്ച് കെട്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. ഒരുമിച്ച് കെട്ടിയിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ ആൾക്കാരുടെ അടുത്തേക്ക് പോവാം. ഇത് കുറച്ചുകൂടി വലിയ പോത്തുകളാണ്.
കാണാൻ ഇടനീട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് വില പോത്താന്നൊന്ന് വില ചോദിച്ചു നോക്കാൻ പറയാം, നോക്കാം. വില പറയാൻ പറ്റുമോ? യൂട്യൂബിലിടാനാ? ആ, പോത്ത് നല്ല കാണാനുണ്ട്. കൊമ്പൊക്കെ ചൂണ്ടിട്ട് സൂപ്പർ പോത്തം ഈ തെറ്റത് നിൽക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ. വളർച്ച തന്നെ പോത്തുണ്ട്. കയ്യും കാലും കണ്ട് അതിൻ്റെ നല്ല വണ്ണമുണ്ട്. അടിപൊളി പോത്താണ്. ഇക്കതിൽ വില നമുക്ക് പറയാൻ പറ്റുമോ? ആ, ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ടിങ് ഉണ്ട്. ആ, പറയണ വിലയാണ്. കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്ത് കൊടുക്കും. ആ, അപ്പോൾ വിലയുടെ ഭാഗമായിട്ട് കുറേ അതിൽ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് കുറവുകളൊക്കെ ഉണ്ടെന്ന് പറയണം. ഈ സൈഡിലത്തെ പോത്ത് നല്ല അടിപൊളി പോത്താണ്. കൊമ്പും നല്ല ഉരുണ്ട് കയറിയിട്ട് നല്ല വളർച്ച തന്നെ പോത്താണ്. ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മുടെ റഫീഖ് ഖാൻ്റെ പോത്താണ്. അപ്പോൾ 15 റുപ്യ തൊട്ടിട്ടാണ് വില സ്റ്റാർട്ട് ചെയ്യണത്. 15 റുപ്യ തൊട്ടിട്ട് 20 രൂപ വരെ ഇത് വില ഉണ്ട്. ഇത് അങ്ങോട്ട് പോകുന്തോറും വില കൂടും. ഇവിടെ നിന്ന് തൊട്ടിട്ട് ചെറിയ സൈസിൽ മാറ്റം ഉണ്ടാവും. നല്ല കുട്ടികൾ തന്നെയാണ്. ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള കുട്ടികൾ തിരഞ്ഞെടുക്കാം. യൂട്യൂബ് ചാനൽ പുതിയ ചാനലാ. നല്ല കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. ഒരുവിധം നല്ല കുട്ടികളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കന്നുണ്ടോ? കന്ന് ഇല്ല, ഇപ്പോൾ ബ്ലോക്കായിട്ട്. ഇപ്പോൾ വല്ലതുണ്ടോ? ഇല്ല, വിഷമത്തിലാണ്. അതുപോലെ എല്ലായിടത്തും പ്രശ്നമുണ്ടല്ലോ. ശരിയാവും. എന്താ വെച്ചാലേ അവര് ഒരു ആവശ്യമില്ലാതെ ലക്ഷങ്ങൾ വേണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലാണ്. മനോരമ തോന്നല്ല. അത് വേണം ഇത് വേണമെന്നൊക്കെ പറയുന്നത് മോശം. മാന്യമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് മേടിച്ചിട്ട് വിട്ടയച്ചാൽ മതി. ചെയ്യില്ല. നമ്മുടെ വേറെക്കാൻ്റെ പോത്തുകളാണ്. കുറച്ചുകൂടി വലിപ്പം കൂടിയ പോത്തുകൾ. ഇത് ചാനലിടാനാണ്. ആ, ഇതിൽ നല്ല ഇടനീളമുള്ള കുട്ടികളൊക്കെ ഉണ്ട്. കുട്ടികൾ നല്ല വലിപ്പമുള്ള പോത്താണ്. പോത്തുകൾ തമ്മിൽ അങ്ങോട്ട് ഇടികൂടി ഇതാണ്. നല്ല നല്ല പോത്തുകളാണ്. മൊത്തത്തിൽ വലിപ്പം വന്നിട്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതിൻ്റെ ഇടനീളമൊക്കെ ഈ പോത്ത് ഇതാണ്. പോത്ത് പേടിക്കുന്നുണ്ട്. അതന്നെ നോക്കണ്ട. ഇതിൻ്റെ തല കണ്ട നല്ല ഹെഡും കൊമ്പൊക്കെ കൊമ്പുകളാണ്. പറഞ്ഞോ, വിലയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞോ. പോത്ത് കണ്ടോ, നല്ല നീളം കാര്യങ്ങളൊക്കെ ഉണ്ട്.
ചെറിയ പോത്തുകുട്ടി അയച്ചു രണ്ട് പടുപോത്ത് ഇവിടെ നോക്കാം നാലാമത്തെ പോത്ത് നല്ല കാണാൻ തല കണ്ട നാലാമത്തെ പോത്ത് കാണാൻ ഹെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്തു വളർത്താനേ ഒരു പെരുന്നാൾക്കൊക്കെ 2-3 മാസം മുന്നേ സെലക്ട് ചെയ്തിട്ട് കുറച്ച് തീറ്റൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കിയിട്ട് കൊടുക്കാം. അതിനുള്ള പോത്തുകളാണ്, വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. നല്ല നല്ല കുറച്ചും കൂടി ഫ്രെയിമായിട്ടുള്ള പോത്തുകൾ ഉണ്ടാവില്ലേ, അപ്പോൾ അതിനെ സെലക്ട് ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് വില കുറച്ചിട്ട് വാങ്ങിച്ചിട്ട് തീറ്റ കയറ്റിയിട്ട് വിൽക്കാൻ പറ്റും. 2-3 മാസം മുന്നേ എടുക്കാം. നല്ല അടിപൊളി കൊമ്പുകളൊക്കെ ഉണ്ട്, സ്റ്റാലം കൊമ്പൊക്കെ ഉണ്ട്. നല്ല അടിയാണ് ഉള്ളിലേക്ക് വരുന്നുണ്ട്. കാളതിൻ്റെ ശരിക്കും അതിൻ്റെ സൈസിൽ വരില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൊബൈല് ശരിക്കുള്ള സൈസ് വരില്ല ഇതിൽ. ഞാൻ തന്നെ പറയണു, ഞാനത് കുറച്ച് ഇല്ല വരില്ല. ഇതിലിപ്പോൾ വല്ലതും കാണുന്നുണ്ട് നിങ്ങൾക്ക്? എങ്ങനെ തോന്നുന്നു? ഇതിനായിട്ട് ചെറുതായിട്ടല്ല തോന്നുന്നത്, അതാണ് അതിൻ്റെ വ്യത്യാസം. അത് നമ്മൾ എത്ര എടുത്താലും കിട്ടില്ല. അത് ഫ്രണ്ടിലേക്കൊക്കെ എടുക്കാം. അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഇത് കൂടെ മാത്രം കാണുമ്പോഴേ അതിതിൽ കാണുന്ന ആൾക്കാർ കൂടുതലും ഇതിന് നേരിട്ട് കാണാത്ത ആൾക്കാരാവും. അപ്പോൾ അവർക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അടിപൊളി ആ കാളൊക്കെ നല്ല കളി. ഇത് വില എത്ര പറയുന്നു? ഇത് എത്ര? 6.25 മിനി പറയുന്നത്. വലിയ വലിയ പോത്തുകളാണ്. പറഞ്ഞു 200-250 കിലോ ഉണ്ടാവും. ആ വാപ്പാടത്താണ് പോത്തുകൾ. ആ നിൽക്കണ വാപ്പാട് നമ്മൾ പണിക്കാരാണ്. മൊത്തം വെയിറ്റ് ആവുമ്പോൾ ഉണ്ടാവും. മൊത്തം മാറ്റി 6.25 മിനി പറയുന്നുണ്ട്. എങ്ങനെ ചന്ത ഇപ്പോൾ സ്റ്റോക്ക് വരുന്നുണ്ടോ? അപ്പോൾ ലോഡ് വരുന്നുണ്ടോ? ലോഡ് കമ്മിയാണ്. ശരിയായിട്ടില്ല. ശരിയാവും ഇൻഷാ അല്ലാഹ്. ശരിയാവേണ്ട എവിടെ പോകും? ശരിയായില്ലെങ്കിൽ കേരളക്കാർ ബീഫിനുണ്ടാ. അപ്പോൾ കന്നിന് ആവശ്യമുള്ളവർ വരിക ആവശ്യമുള്ളവർ വരിക. എവിടെ? പെരുമ്പിലാവ് വരിക വരിക. പ്രേംലേവ്, വാണിയംകുളം, കൊള്ളന്നൂർ, കോൽമന്തം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും വരിക. ഇത് ഇവരുടെ കന്നുകളാണ്. അപ്പോൾ ആവശ്യമുള്ളവർ വരിക. ഓക്കെ. ബാക്ക് എടുത്തുണ്ട് ഞാൻ. ഇല്ലല്ല, ഇങ്ങനെ തന്നെ കൊടുക്കുള്ളൂ. വോയിസ് ഓവർ എടുത്താൽ അതിൻ്റെ ഒറിജിനാലിറ്റി കിട്ടില്ല. ആ സൗണ്ടും ഇതൊക്കെ വരണം. ഒരു ബാക്ക് ഭാഗം എടുക്കാൻ പറഞ്ഞിട്ട് എടുക്കുന്നതാണ്. പോത്തിൻ്റെ ബാക്കൊക്കെ നന്നായിട്ട് എടുത്തോളാൻ പറഞ്ഞവർ. അപ്പോൾ അങ്ങനെ എടുക്കുന്നതാണ്. അപ്പോൾ അവരെടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരാണ് ടീം. ഇതിലത്തെ ആൾ തന്നെയാണ്. അപ്പോൾ അവരോട് ചോദിക്കാം. കഴിയുള്ളൂ.
ഇതിൻ്റെ ബാക്ക് ഭാഗം ഇതിൻ്റെ ബാക്ക് ഷേപ്പ് കൊടുത്തില്ല. അപ്പം ആവശ്യമുള്ളവർ ചന്തയിൽ വരിക. നമ്പർ തരുന്നില്ല. ആവശ്യമുള്ളവർക്ക് ചന്തയിൽ വന്നിട്ട് എടുക്കാം. ഇതിലൊരുവിധം എല്ലാ ചന്തയിലും വരുന്നുണ്ട്. വാണിയംകുളം, പെരുമ്പിലാവ്, കുഴൽമന്നം, പിന്നെ മറ്റേ കൊളത്തൂര്, എല്ലാ ചന്തയിലും വരുന്നുണ്ട് അവർ. അതാണ് നേരത്തെ പറഞ്ഞത്. ഇതിലെന്തെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആൾക്കാർക്ക് വരാം. ഓക്കെ, ഇത് വലിയ പോത്തുകളാണ്. ഒരു 450-500ൻ്റെ ഉള്ളിൽ തൂക്കം ഉണ്ടാവും. 500 പോരാന്നുണ്ട്. വലിച്ചത് ചിലത് വലുതും കാണുന്നുണ്ടെങ്കിൽ കിടന്നു, 3 കിടന്നു. എടുക്കാം. വലിയൊരു പോത്ത് നിൽക്കുന്നുണ്ട്. വേറെ ആൾക്കാരെയൊന്നും അല്ലേ? നമ്മുടെ തന്നെയാ? അതിന് ഒറ്റയ്ക്കായിട്ട് മാറ്റി നിർത്തിയേക്കാനല്ലേ? ഇവരുടെ തന്നെ പോത്താണത്. ഒന്നുകൂടി വലിപ്പം കൂടിയതാണ്. നല്ല ഹൈറ്റും ഉണ്ട്. മൊബൈലിൽ കൂടെ അതിൻ്റെ ഹൈറ്റ് അറിയണില്ല. അപ്പോൾ വില ചോദിക്കാൻ കച്ചവടമാണ് നടക്കണത്. അവിടെ കച്ചവടം നടക്കുന്നുണ്ട്. ചെവിട്ടിലാണ്, ചെവിട്ടിൽ പറയണം, ആരും കേൾക്കാണ്ടിരിക്കാൻ. അതവിടെ ഒരു ഐഡിയ ആണ്. അത് ശരിക്കുള്ള വില ശരിക്കും പറയില്ല. അത് ഞാൻ പറയുള്ളൂ. നമുക്കത് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുക ചോദിച്ചു നോക്കാം. വെറുതെ ഒന്ന് ചോദിച്ചു നോക്കാം. പറയുമെന്നറിയില്ല. പിന്നെ അതിൽ കമൻറ്റ് കണ്ടതേ, ഇതിൽ വോയിസ് കുറവാണല്ലോ എന്ന് പറയുന്നുണ്ട്. വോയിസ് കുറവാകാൻ കാര്യം എന്താ വെച്ചാൽ, ഞാനിത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നന്നായിട്ട് വരുന്നുണ്ട്. ഇത് കാളേര് പശുവിൻ്റെ കരച്ചിലും അപ്പോൾ ഭയങ്കര ബോറാവും വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് കുറയ്ക്കണതാണ്. ആ സൗണ്ട് കുറയ്ക്കുമ്പോൾ മൊത്തം കുറയും. അപ്പോൾ അങ്ങനെ കുറയുമ്പോഴാണ് ഈ സൗണ്ട് കുറയണത്, മൊത്തത്തിൽ കുറയണത്. അതിന് പിടിച്ച് നിൽക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളും വരുന്നുള്ളൂ. അത് പിടിച്ചിട്ടുണ്ട്. ഹൈറ്റ് ഉണ്ട് അതിൻ്റെ. അതാ തലയുടെ മുകളിലേക്ക് 6 അടി റേഞ്ചിലാണ് ആ പോത്ത് നിൽക്കുന്നത്. അതിൻ്റെ സൈസ് കണ്ട. ഇതിപ്പോ കുറച്ചല്ല ചോദിച്ചാ, നീ പാറപ്പുറത്ത് വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയാനാ? പാറപ്പുറത്ത് വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ട. സൈസ് നോക്കിക്കോ. നല്ല വലിയ പോത്താണ്. അത്യാവശ്യം ഹൈറ്റും ഉണ്ട്. ഒരാൾ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഹൈറ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അവിടുന്ന് മോശമല്ലേ ഈ ചെക്കൻ പോയി അയ്യോ, അത് കൊടുത്താൽ വേറെ ആൾക്ക് വിറ്റിട്ടു ഡീലായിട്ടില്ല. ഡീലിപ്പോൾ ആവും.
പറഞ്ഞു വന്ന് നിൽക്കുന്നുണ്ട്. ഓടിച്ച് കൊണ്ടുപോകുന്നത് തീരുമാനമായിട്ടില്ല. ആൾക്കാർ വെക്കുന്നുണ്ട് പോത്തിനും കെട്ടി മേലെ ആൾക്കാർ എൻ്റെ ഒപ്പുണ്ട്. തല നോർത്തി എൻ്റെ ഒപ്പുണ്ട്. 6 അടീൻ്റെ മുകളിലുണ്ടാവും. തല നിർത്തിയാൽ 6 അടിക്ക് മുകളിലുണ്ടാവും. അതാണ് സാധനം. ഈക്ക അത്യാവശ്യം കയറ്റുണ്ട്. 6 അടിക്ക് ഉണ്ടാവും. ഈക്ക 6 അടി കയറ്റുണ്ട്. അവനൊരു പെണ്ണ് കാണിച്ചാറാണ് പെണ്ണ് കാണിച്ചാറാണ്. മറ്റേയൊക്കെ സൈഡ് കൂടെ നടക്കുന്നുണ്ട്. ഞങ്ങൾ വേറെ ആൾക്ക് വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. കാള പോകുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കാണുന്നുണ്ട്. ചളിയൊക്കെ ഉണ്ട്. നല്ല കാണാൻ രസം. വ്യാപാരത്തിന് ഈ പോത്തല്ലേ വേണ്ട മഹാരാഷ്ട്ര ഇത് നമ്മുടെ ഒരു ഇക്കാൻ്റെ എരുമകളാണ്. അപ്പോൾ അവർക്കിപ്പോൾ സെയിൽ നടന്നുണ്ട്. 2 എണ്ണം ഇവിടെ നിൽക്കുന്നുണ്ട്, 2 എണ്ണം അപ്പുറത്തും നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വന്നു. അത് ഞാൻ എടുക്കണതാണ്. അപ്പോൾ അതിൻ്റെ ഇക്കാൻ്റെ നമ്പറൊക്കെ ഞാൻ കൊടുക്കാം. എരുമയാണ്. കാണാൻ അത്യാവശ്യം സൈസ് ഉണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള എരുമയാണ്. ചാനൽ നിങ്ങളെ കന്നുണ്ടാ? അതെ, സൈസുണ്ട് അത്യാവശ്യം. അപ്പോൾ നോക്കാം. ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പറോടെ കയ്യിൽ വിളിച്ചാൽ മതി. ഓക്കെ. ഇത് കാളയുടെ സെക്ഷനാണ്. കാള, വലിയ കാളകൾ, വണ്ടിക്കാളകൾ കളറൊക്കെ അടിച്ചിട്ടുണ്ട്. ഗീറിൻ്റെ കാളുണ്ട്. കൊമ്പൊക്കെ നല്ല ഭംഗിൻ്റെ കാണാം. ഇവരുടെ കാളെന്ന് തോന്നുന്നുണ്ട്. കൊമ്പൊക്കെ കളറടിച്ചിട്ട് നല്ല ഭംഗിൻ്റെ കാണാം. വലിപ്പം കൂടിയ കാളകളുണ്ട്. സൈസ് ഇത് ഇവിടെ അറിയില്ല.
അവരെ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഞാനും അവർക്ക് ഫോൺ നമ്പറൊന്നുമില്ല. അബ്ദുൾ ഖാദറിന് പറഞ്ഞു സെന്റ് ഇവിടെ രണ്ട് കുട്ടികൾ നിൽക്കുന്നുണ്ട്. നല്ല കാണാൻ ഭംഗിയാണ്. മോദിക്കുട്ടികളാണ്. ഗീറിൻ്റെ തോന്നുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ലുക്കുണ്ട് കാണാൻ. രണ്ടെണ്ണത്തിന് ഉള്ളിൽ കണ്ടപ്പോൾ വീഡിയോ എടുത്താണ്. കാണാനും നല്ല രസമുണ്ട്. നോക്കി നോക്കാം. അങ്ങനെ അടുത്ത് നോക്കി ചെറുതൊക്കെ നല്ല കാണാം. ഇവിടെ കുറച്ച് പോത്തുകുട്ടികൾ നിൽക്കുന്നുണ്ട്. നല്ല കാണാം. നല്ല കളറും അത്യാവശ്യം ഇടങ്ങളുണ്ട്. കുഴപ്പമില്ലാത്ത കുട്ടികൾ. ആമറക്കുട്ടിയെന്ന് പറഞ്ഞു. ചോന്നകരൊക്കെ ഇട്ടിട്ട് ₹40 പറയണമെന്നുണ്ട്. നമ്മൾ ചോദിച്ചു നോക്കാം. ഇനി ₹40 പറയണം. ₹40 എന്നുള്ളതൊന്നുമില്ല. ഇപ്പോൾ പേശി എടുക്കാം. ഞാനല്ലേ പറയണേ. ചെമ്പൻ പോത്തുണ്ട്. ഇതിൽ വാങ്ങിച്ച് കെട്ടികളാന്ന് തോന്നുന്നുണ്ട്. നല്ല കുട്ടികളുണ്ട്. ഇതിൽ അത്യാവശ്യമായിട്ട് നീളം നാൽപ്പൊക്കം അതേ കുട്ടിയാണ്. ചെമ്പൻ പോത്ത് അവിടെ നിൽക്കുന്നുണ്ട്. വേണ്ട നാലാമത്തെ പോത്ത്. ഇപ്പോൾ വാങ്ങിച്ച് കെട്ടിയ പോത്തുകളാണ്. പാർട്ടിക്കാർ നല്ല പോത്തുകളുണ്ട് കേട്ടോ. ഇതിൽ വളർത്താൻ പറ്റിയ പോത്തുകളൊക്കെ ഉണ്ട്.
ആയിക്കോട്ടെ. കാള അത്യാവശ്യം വലുപ്പമുണ്ട്, കാണാനും ഭംഗിയുണ്ട്. ചളിയിൽ കിടന്നതിൻ്റെ കുറച്ച് ഇതൊക്കെ ഉണ്ട് അതിന്, അതും കുഴപ്പമൊന്നുമില്ല, കാണാൻ ഭംഗിയുണ്ട്. ഇവിടെ 2-3 പശുക്കുട്ടികളെ കണ്ടു. നല്ല പശുക്കുട്ടികളാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതെങ്ങനെ വില പറയണേ? ഇത് 18,000 മേന് വില പറഞ്ഞത് നേരത്തെ. ആ, ഇതെന്ത് റോസ് കുട്ടികളല്ലേ ഒക്കെ? ഇത് രണ്ടും ജേഴ്സി. ആ ആ, ഇത് ഗിറിൽ. ആ ആ, ഗിറിൽ ഗിറിൽ ഗിർ ഗിർ ഗിർ. ഗുജറാത്തിൻ്റെ പശു. ഇത് ക്രോസ് കുട്ടികളാണ്, ഒരു വിധം കാണാനും ഭംഗിയുണ്ട്. നല്ല കുട്ടികൾ തന്നെയാണ്. അകടം തോന്നുന്നില്ല. രണ്ട് ഭാഗം ഒന്ന് എടുത്ത് നോക്കാം. ഗേല് ഈ സൈഡിൽ തൂക്കി നല്ല കുട്ടിയാണ്, നല്ല ഷെയ്പ്പും കാര്യങ്ങളുണ്ട്. മോളെ കുട്ടിയാണെന്ന് തോന്നുന്നുണ്ട്, കൊമ്പ് കാണാൻ. നമ്പർ കൊടുക്കണം, അങ്ങനെ വേണ്ടല്ലേ? അയ്യോ, എൻ്റെ നമ്പർ ഇങ്ങോട്ട് വരാൻ പറയാം. അപ്പം നിങ്ങളിവിടെ ഇവിടെ വരുന്നുണ്ടാ? വാണിയംകുളത്ത് വരുന്നുണ്ട്. വാണിയംകുളത്ത് വരുന്നുണ്ട്. വാണിയംകുളത്ത് വരില്ല, ഇവിടെ മാത്രം ഉണ്ടാവും. രണ്ട് പശുക്കുട്ടികൾ, ജേഴ്സി ക്രോസ് അല്ലേ? ജേഴ്സി ക്രോസ് ആണ്. കുറച്ച് ക്ഷീണമുണ്ട്. ഇതൊരെണ്ണം ചേർന്നാണ് ഇങ്ങനെ. ഇത് കുട്ടി കുഴപ്പമില്ല, ക്ഷീണമൊക്കെ ഉണ്ട്, കുറച്ച് ക്ഷീണമുണ്ട്. അതൊക്കെ പോയാൽ ശരിയാക്കാം. വീട്ടിലുകൊണ്ട് തീറ്റ കൊടുത്താൽ ശരിയാവും. അതൊക്കെ നല്ല കുട്ടികളാണ്. உங்க டிக்கெட் எல்லாம் துணியும் பாருங்க தெரியாத. റോങ്കോളിൻ്റെ ഒരു കാങ്കയത്തിൻ്റെ ഒരു കുട്ടിയൊക്കെ ഉണ്ട്. നല്ല കാണാൻ ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടിയാണ്. നല്ല കാണുന്നുണ്ട് സൈഡ്. ഇത് ആ സൈഡിലേക്ക് നിർത്തുമോ? ഈ സൈഡിലേക്ക് നിർത്തും. ആ, ഈ സൈഡിലേക്ക് നിർത്തും. അതിനൊക്കെ എടുക്കാനാ കുട്ടികൾ നല്ല കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടിയാണ്. മറ്റേ കാങ്കയാണ്. ഇത് ഒന്നുകൂടി കാണാനും ഭംഗിയുണ്ട്.
എത്ര പറയണേ? 35,000 പറയും. ഇത് 35 റുപ്യ പറയുന്നുണ്ട്. രണ്ടും കൂടിയിട്ട് 35 റുപ്യ പറയാണ്. ഇതൊരു 140 കിലോ ഉണ്ടാവും ഓരോന്നും. ഓരോ 130-140 കിലോ ഉണ്ടാവും ഓരോന്ന്. 35 റുപ്യാണ് പറയണത്. നിങ്ങളുടെ ഏതാ കന്ന്? ഇതുണ്ട്. വീഡിയോ ഇടാണ്. വീഡിയോ യൂട്യൂബിൽ വരും. യൂട്യൂബിൽ നല്ല കുട്ടിയാണ്. അയാള് വെറുതെ തമാശ നിൽക്കുമ്പോ അത് 1000 രൂപ കയറ്റി കൊടുത്താണ്. ഒരുപാട് മാറ്റം, ചെറിയ മാറ്റം. അവിടെ 12 വെച്ച് ഞാൻ കൊടുത്തില്ല. ഇത് രണ്ട് കുട്ടിയാണ്. ആള് ചെറിയൊരു പശുക്കുട്ടീനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. പശു കൊണ്ട് ഇവിടെ വേറെ നമ്മളെ കാണിക്കട്ടെ. അത് കുഴപ്പമൊന്നുമില്ല. ഒരു ഫോട്ടോ ഇതെടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. അതാണ് ഇത് പശുക്കുട്ടിയാണ്. ഇതിൻ്റെ കുട്ടിയത് അല്ല അല്ല അതിന്റെ കുട്ടി രണ്ട് കുട്ടി ഇതാ. രണ്ട് ഒരു പശു വേറെ കുട്ടിയാണ്. അത് വേറെ കുട്ടിയാണ്. ഓക്കെ, ഇത് രണ്ട് പശുക്കുട്ടികളാണ്. ഇപ്പം ഇവിടെ അടുത്ത് നിന്നപ്പോഴാണ് മനസ്സിലായത്. അയാൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് നല്ല കുട്ടികളാണ്. രണ്ട് പശുക്കുട്ടികളുണ്ട്. ഇതെന്താ പൈക്കുട്ടിയത്? ആന്ധ്ര പൈക്കുട്ടി. പള്ളിക്കറല്ലല്ലോ, കാങ്കയമല്ല. അത് ആന്ധ്ര പൈക്കുട്ടിയാണ്. നാടൻ കുട്ടികളാണ്. ജെറ്റ് പോലത്തെ കുട്ടികൾ. കാങ്കയല്ല, കാങ്കയത്തിൻ്റെ ഏതാണ്ട് ക്രോസ് പോലത്തെ തോന്നുന്നുണ്ട്. അതത് കൊടുക്കി. ഇത് വേണ്ട. ഒരു ഗിറിൻ്റെ ഒരു പശു. ഫ്രണ്ടിൽ നിന്ന് എടുക്കാം. ക്വാളിറ്റി ഗിറിൻ്റെ പശുവാണ്. കാണാൻ നല്ല ലുക്കുണ്ട്. നിങ്ങള് വിചാരിക്കണ പോലെ കാളല്ല, അതൊരു പശുവാണ്. മനസ്സിലായി. പശുവാണ്, പശു. മോദി പശുവാണ്. നല്ല പശു. ഗിറിൻ്റെ ക്വാളിറ്റി ഉണ്ട്. ചെവിടുന്നൊക്കെ തുടങ്ങി ക്വാളിറ്റി ഉള്ളതാണ് കാണുന്നത്. ഒഴിവാക്കിയുള്ളതാണ്. എവിടുന്നേലൊക്കെ ഫാമിൽ നിന്ന് ഒഴിവാക്കിയുള്ളതാണ്. കറ പറ്റിയതൊക്കെ വീട്. ഇതൊരു അപൂർവനായിട്ട് സാധനമാണ്. അല്ലാതെ ഇത് എപ്പോഴും കിട്ടില്ല. ആവശ്യത്തിന് പോയത് കിട്ടില്ല. ഇത് കിട്ടുമ്പോൾ മേടിക്കാനേ പറ്റുള്ളൂ. ഇതൊക്കെ വില പറയാ? ഇത് വില 65 പറയുന്നു. അറിയാം.
ഇതെന്താന്ന് വെച്ചാൽ ഇതിൻ്റെ നമുക്ക് ആവശ്യത്തിന് പോയിട്ട് ഇങ്ങനത്തെ ഒരു സാധനം വേണം പറഞ്ഞാൽ കിട്ടില്ല. ഇതിവിടെ കിട്ടുമ്പോൾ നമുക്ക് മേടിച്ച് വെക്കാം. എന്താണെന്ന് വെച്ചാൽ ഇതൊരു ശങ്കര ഇനത്തിൽപ്പെട്ടൊരു സാധനമാണ്. അപ്പോൾ നമുക്കിത് അപൂർവമായിട്ടാണ് ഇവിടെയൊക്കെ കാണപ്പെടുന്നത്. ക്വാളിറ്റി ഉണ്ട്. ചെവിടുന്ന കണ്ടില്ലേ ഗിറിൻ്റെ ഒരു എന്താണ് ക്വാളിറ്റി ഉണ്ട്. ഉറക്കെ പറയേ. യൂട്യൂബിൽ ഇടാനാട്ടത്. ഹിന്ദിയിൽ പറഞ്ഞാലും മതി. ഹിന്ദി ആകുമ്പോൾ പിന്നെ അറിയാലോ. അറിയണ്ടായാലും നിങ്ങളവിടെ നിന്ന് പറഞ്ഞാൽ മതി. മൈക്ക് കണ്ടില്ല, എല്ലാ സെറ്റപ്പും ഉണ്ട്. അവിടെ നിന്ന് പറഞ്ഞാലും കിട്ടും. ആരും പറയണില്ല. ഞാൻ പറഞ്ഞു ഇനി ഞാനെന്നെ പറഞ്ഞ ഇവിടെ ആൾക്ക് ക്ഷാമാണ് വിചാരിക്കുന്നത്.